നമ്മളെല്ലാവരും ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെയും അതേപോലെ ഡിപ്രഷനൊക്കെ അടിക്കുന്ന ആളുകളൊക്കെ പ്രശ്നം എന്താണ്? അവർക്ക് പറയാനൊരത്താണില്ല. എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയും? അയാളോടാണ് പറയേണ്ടത്. അയാളെ കോല ഈ കോലാണ്. പിന്നെ ഞാൻ ആരോടാ പറയാ? സഹോദരങ്ങളെ, നമ്മളെ വിഷമങ്ങൾ പറയാനുള്ള അത്താണി പടച്ചോനാണ്. നമ്മളെ ഫ്രണ്ട് പടച്ചോനാണ്. നമ്മളേറെ സ്നേഹിക്കേണ്ടത് പടച്ചോനാണ്. നമ്മളേറ്റവും കൂടുതൽ നേരം സംസാരിക്കുന്നത് അള്ളാനായിട്ടാണ്. നമ്മളെല്ലാ കാര്യവും മറ്റാരെക്കാൾ കൂടുതൽ അറിയുന്നത് അള്ളാഹുവിനാണ്, എൻ്റെ റബ്ബിനാണ്. അപ്പോൾ എൻ്റെ റബ്ബ് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും വേണം. അപ്പം തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവും. അത് പടച്ചവനോട് ഇങ്ങനെ നിരന്തരം ആ ഒരു ബോധം ജീവിതത്തിൽ. ഇപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞ് ക്ലാസ് വന്നു, അൽഹംദുലില്ലാ അത് കേൾക്കാൻ സാധിച്ചു, അത് പടച്ചവൻ സ്വീകരിക്കട്ടെ, അതിന് നമുക്കൊരു കൂലി തരട്ടെ. ആ ഒരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സ്. ഇനി ഇവിടുന്ന് ഇറങ്ങി വരിക്ക് പോകുമ്പോൾ പടച്ചോനെ ഒരു വണ്ടി കയറുമ്പം ആ ബിസ്മി ചൊല്ലി കയറി ആ സുബ്ഹാനല്ലദീ സഖറ ചെല്ലേണ്ടതൊക്കെ ചൊല്ലി ഒരു അപകടമൊന്നുമില്ലാതെ വീട്ടിലേക്ക് എത്തിച്ചേരണേ എന്നുള്ള മനസ്സിൻ്റെ ഉള്ളിൽ പടച്ചോനോടൊരു തേട്ടം. അവിടെ വീട്ടിലെത്തിയ അൽഹംദുലില്ലാ ഒരു നന്ദി. അങ്ങനെ ആ വണ്ടി കയറുമ്പം ആ വണ്ടി മാഷാ അള്ളാ ലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതൊക്കെ അള്ളാൻ്റെ ഒരു കഴിവുണ്ട്, എൻ്റെ ഒരു മെനക്കെടുണ്ടോ, ഞാൻ കുറേ ജോലി ചെയ്തുകൊണ്ടോ, അന്നത്തെ കാലത്ത് ഗൾഫിൽ പോയി അങ്ങനെ കുറച്ച് അവിടെ കടയൊക്കെ തുടങ്ങാൻ പറ്റി, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി എന്നുള്ളതല്ല. അതൊക്കെ പടച്ചോൻ്റെ ഒരു തൗഫീഖ് അന്നങ്ങനെ പോകാൻ തോന്നി. അതുകൊണ്ട് ഇതൊക്കെ ഈ വണ്ടിയും ഈ വീടും എൻ്റെ മക്കളും എന്ത് അനുഗ്രഹങ്ങൾ കാണുമ്പോഴും അത് ഉള്ളുന്ന് ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു മെനക്കെട്, ഞാൻ ചോര നീരാക്കിയത് എന്നുള്ളതിനപ്പുറത്ത് ഇതൊക്കെ പടച്ചോൻ്റെ ഒരു തൗഫീഖ്. എൻ്റെ മാതിരി ചോര നീരാക്കിയ കുറേ ആൾക്കാർ അന്നം വിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഞാനീ പെടാതെ പോയത് അത് പടച്ചോൻ്റെ ഒരു തൗഫീഖ് കൊണ്ട് മാത്രമാണ്, എൻ്റെ ഒരു കൈകൊണ്ടൊന്നല്ല. അതാണ് മാഷാ അള്ളാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ആ തോട്ടത്തിൽ കയറിയപ്പോൾ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് സൂറത്തുൽ കഹ്ഫിൽ ചോദിക്കുന്നുണ്ട്. ആ തോട്ടം കാണാൻ തന്നെയല്ല, ചെന്നപ്പോൾ ആകെ നശിക്കുശിയാണ്. അപ്പോൾ മറ്റവൻ പറയാണ്, എന്ത് എനിക്ക് ആ തോട്ടത്തിൽ നല്ല കാലത്ത് കയറുന്ന നേരത്ത് മാഷാ അള്ളാ ലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതൊക്കെ പടച്ചോൻ്റെ കഴിവാണ് മാഷാ അള്ളാ എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു അനുഗ്രഹം, അത് മക്കളാകട്ടെ, വണ്ടിയാകട്ടെ, വീടാകട്ടെ, ഫോണാകട്ടെ, അങ്ങനെ എന്ത് കാണുമ്പോഴും അങ്ങനെ എപ്പോഴും പടച്ചോനായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ, എല്ലാത്തിനും ഒരു പടച്ചോനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇതൊക്കെ ഇങ്ങനെ എന്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിസ്കാരത്തിലൊക്കെ ഉണ്ടാവും. അല്ലാതെ ഖുശൂ എന്ന് പറഞ്ഞ സാധനം നിസ്കരിച്ചുമ്പോൾ അങ്ങനെ നിസ്കാരക്കുപ്പായം മാറി നിസ്കാരത്തിൽ മാത്രം അങ്ങനെ ഇടാനുള്ളൊരു സാധനമല്ല, അങ്ങനെ കിട്ടൂല. അങ്ങനെ ആരും വിചാരിച്ചാൽ നിസ്കാരത്തിൽ മാത്രം. ചില ആൾക്കാർ നിസ്കാരത്തിൽ ഖുശൂ കിട്ടില്ല എന്ന് പറയും. നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ അത് അപ്പം പിടിച്ചെടുത്തിരുന്നൊരു സാധനമല്ല. അത് ജീവിതത്തിൽ അങ്ങനെ ഒരു ബോധം ഉള്ളവർക്കേ നിസ്കാരത്തിലുണ്ടാവുള്ളൂ. ആ ബോധം എപ്പോഴും വേണം. അത് ഞാൻ പറയാം, ആ ബോധം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ആ കണക്ഷൻ ഇങ്ങനെ നിർത്തിയാൽ ഞാൻ പറയാം, എല്ലാത്തിനും നമുക്ക് ശരിക്കും ഇല്ലേ. നമ്മൾ പറയാം വണ്ടി കയറുമ്പോൾ ഈ വണ്ടി ഇപ്പോൾ പടച്ചോനെ അനുഗ്രഹം, അപ്പോൾ ഒരു ബോധം. അതിൽ കയറുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പടച്ചോനെ അവിടെ എത്തിച്ചോണ്ട് അപകടമൊന്നും ഉണ്ടാക്കരുതേ. ആ വണ്ടി പോകുമ്പോഴും ഒരു കയറ്റം കയറുമ്പോൾ ഒരു അല്ലാഹു അക്ബർ, ഒരു ഇറക്കിറങ്ങുമ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലുക. ഒരു കയറ്റം കയറുമ്പോൾ ഒരു അല്ലാഹു അക്ബർ പറയണേ, ഒരു ഇറക്കിറങ്ങുമ്പോൾ ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ എന്നാൽ തന്നെ നോക്കി നമ്മളെ നാട് ഫുള്ള് കയറ്റം ഇറക്കുവാണ്. എത്ര കൂലിറ്റി ഉണ്ടാവും നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നാലൊരു നടന്നിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ തന്നെ, നടന്നാലും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി ബിനിഅമതി തതിമ്മു സ്വാലിഹാത്ത്. ഇനി നടന്നിട്ടില്ലെങ്കിലോ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പണ്ടൊരു ചങ്ങായിനോട് എന്താ അവസ്ഥ എന്നും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാ പറയാം. അപ്പോൾ ഇനിയിപ്പോഴും അലാ കുല്ലി ഹാൽ മാറാനായിട്ടില്ല. അറിയുന്ന ആൾക്കാർക്ക് പൊതുവേ മനസ്സിലാവും ഓന് ഹാപ്പി അല്ല എന്നാണ് അവൻ പറയണത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തൊക്കെയാണെങ്കിലും ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് എന്തുണ്ടാവും? നമുക്ക് പടച്ചവനോട് സ്നേഹം ഉണ്ടാവും, പടച്ചവനോട് ബന്ധം ഉണ്ടാവും, നമ്മളെ കാര്യങ്ങൾ പറയാൻ ആളുണ്ടാവും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ ബിസിനസ്സിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, ഈ ബിസിനസ്സിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് എന്താ ഈ ചെയ്യുക ചോദിച്ച്. അപ്പോൾ പറഞ്ഞു, ഞാൻ അന്ന് കുറച്ച് നേരത്തെ നീക്കും, സുബൈൻ്റെ മുമ്പ് കുറച്ചുകൂടി നേരത്തെ നീക്കുന്നു. എന്നിട്ട് വായിലൊക്കെ നന്നായിട്ട് അടച്ച് ജനലൊക്കെ അടച്ചിട്ട് ഞാൻ ഉറക്കനാണ് നുള്ളൊളിച്ചെന്നാണ് നിസ്കാരം കഴിഞ്ഞിട്ട്. എന്നിട്ട് പടച്ചവനോട് ഉറക്കനാണ് പറയുന്നതാണ്, വേറെ ആരും കേൾക്കാതെക്കാൻ വേണ്ടി കാണാൻ വായിലും ജനലൊക്കെ അടച്ചു. എന്നിട്ട് കുറേ ആണ് നുള്ളൊളിച്ച് പറഞ്ഞാൽ ഒരു സമാധാനമാണ്. അപ്പോൾ കുറേയൊക്കെ കൊണ്ട് ശരിയാവും എന്നാണ്. അപ്പം അങ്ങനെ നമ്മളത് പറയാനും നമ്മളത് ഷെയർ ചെയ്യാനുള്ള ഒരു നമ്പർ 1 ആളായിട്ട് പടച്ചവൻ മാറണം. ഇപ്പോൾ ചില പെണ്ണുങ്ങൾ പറയല്ലേ, ഞാനൊന്ന് കുടിക്ക് പോയി ഇരട്ടയിച്ചു. അത് ഈ കുടിക്ക് പോട്ടെ എന്ന് ചോദിച്ചാൽ ഒരു മാപ്പിളാർക്കും പെണ്ണുങ്ങൾ കുടിക്കോണം ഇഷ്ടമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. പോയാൽ ബാങ്ക് വരണം. അപ്പം ഇങ്ങനെ മൂപ്പരോട് പോട്ടെ ഞാൻ പോട്ടെ എന്ന് ചോദിക്കണേക്കാൾ നല്ലത് നമ്മൾ പടച്ചവനോട് ചോദിക്കണതാണ്.
സുന്നത്തസ്കാരത്തിൻ്റെ സുജൂദിൽ പടച്ചോനോട് ചോദിച്ചാൽ മതി, പടച്ചോനെ ഇന്ന് മൂപ്പർ എന്നെ വിടണേന്ന്. ഇന്ന് ചോദിക്കുമ്പോൾ ഇത് വിടാനുള്ളൊരു തൗഫീക്ക് കൊണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തേക്കാരോ നമ്മളിങ്ങനെ വെറുതെ കുത്തിരി മൂപ്പർ എനിക്ക് പോകേണ്ടി ചോദിച്ചു. ചിലപ്പോൾ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ കിട്ടൂല. അതാ പറഞ്ഞപ്പോൾ അങ്ങനെ പടച്ചോനെ കാണുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റും. അനുഭവിച്ചറിയാം. നമ്മൾക്കത് കിട്ടാത്ത എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ പടച്ചോനെ കാണുന്നില്ല. നമ്മൾ അള്ളാഹുവിനെ അങ്ങനെ കാണാം. ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല, പണ്ടൊക്കെ ആ VKSൻ്റെ ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ബാറ് അങ്ങനെ കുറച്ചെണ്ണം തേഞ്ഞാൽ പിന്നെ ബാറ് ഇങ്ങനെ ഇടക്കിടക്ക് ചാടും. ഒരു നടക്കുമ്പോൾ ഒരു 5-8 ബാറ് ഉള്ളിൽ ആക്കേണ്ടി വരും. നിങ്ങളല്ലേ അങ്ങനെ വിരലുകൊണ്ട് തള്ളുക ചെയ്യുക. ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും സഹാബത്ത് പടച്ചോനോട് ചോദിച്ചിരുന്നത്. അത് വാറ് പൊട്ടിയാൽ വെറുതെ തള്ളിയാൽ മതി ഉള്ളിക്കാകാം, അതിനിപ്പോൾ പടച്ചോനോട് ചോദിച്ചൊന്നും വേണ്ട. പക്ഷെ അവർ ചോദിച്ചിരുന്നു എന്നാണ്. കാരണം അതെന്താണ്, അത് പടച്ചോനോടുള്ള സ്നേഹമാണ്. അതിൻ്റെ വാറ് ഉള്ളിക്കാക്കി തരാനുള്ള തൗഫീക്ക് തരണേ. അപ്പോൾ ഏതൊരു കാര്യത്തിലും നമ്മളിപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ചെറിയ കുട്ടികൾ നടക്കണ കണ്ടു. അപ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികളിങ്ങനെ നടന്ന് തുടങ്ങുമ്പോൾ ഇപ്പം മുഖം എന്നിങ്ങനെ തോന്നും നമുക്ക്. എങ്ങനെയാ അത് മുഖാതെ പോണെന്നാണ് നമുക്ക് അത്ഭുതം. അത് അതേപോലെയാണ്. നിങ്ങൾ നോക്കി, നമ്മളെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി മുറ്റത്തുകൂടെ അങ്ങനെ കളിച്ച് നടക്കാനായ ഒരു കുട്ടി, നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പം അത് എയിലൊക്കെ ഇറങ്ങി പോകണം. അതിനിപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റുമോ? നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അത് എയിലൊക്കെ പോകുന്നുണ്ട്, അത് വീടും, അതിനെന്തെങ്കിലും പറ്റുമോ, അതിനെ വല്ല ജന്തുക്കൾ കടിക്കോ, അത് വേറെ എങ്ങോട്ടെങ്കിലും പോവുമോ, ഇതൊക്കെ പേടണം. ആ കുട്ടി ഇറങ്ങുമ്പോൾ എന്താണ്, ഒരു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് അതിനെക്കൊണ്ട് പറയിപ്പിക്കുക. ഇനി പറയാത്ത കുട്ടിയാണ്, അതിനു വേണ്ടി നമ്മൾ പറയാം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരാണ്ട് ഇനി പടച്ചോ നോക്കിക്കോളും. അപ്പോൾ അതാണ്, അങ്ങനത്തെ ഒരു ബന്ധമാണ്. അല്ല ഞാൻ അങ്ങനെ ആ കുട്ടി പോയിട്ട് വീണു, എന്തോ പറ്റി, അപ്പോൾ എന്താണ്, അപ്പോൾ അത് പടച്ചോൻ വിധിച്ചതാണ്. പടച്ചോൻ എന്നെ പരീക്ഷിക്കുകയാണ്. അതിലെനിക്കൊരു ഹൈറുണ്ട്. ആ ഹൈറ് നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പം അതിൽ വെച്ച നന്മ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ നന്മ ഉണ്ട് എന്ന് പിന്നെ നമുക്ക് തിരിച്ചറിയാം. പറഞ്ഞല്ലോ, ചില ഒരു ബസ് പോയി, നമുക്കിവിടെ ഒരു ബസ്സിന് ഇവിടുന്ന് വണ്ടി ചെന്ന് കയ്യാട്ടി നമ്മളിങ്ങോട്ട് ഇടങ്ങാറായിട്ട് അവിടെ എത്തിയതാണ്. ആ കയ്യാട്ടിയത് ബസ് നിർത്തിയില്ല, ബസ്സാണ് പോയി. എന്നാൽ വെച്ചാൽ പോയിക്കൂട് പറഞ്ഞു. പിന്നെ എന്താ, നമ്മൾ അടുത്ത വണ്ടിക്ക് ചെന്നപ്പോൾ ആ ബസ് ആക്സിഡൻ്റ് ആയിട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കണോലൊക്കെ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പഠിച്ചോ, അള്ളാ എന്നെ കാത്തതാട്ടെ പഠിച്ചോ, അങ്ങാനും ഞാനാണ് മരിച്ചേണ്ടിയെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, എന്നെ കാത്തതാണെന്ന്. അപ്പോൾ എന്ത് നമുക്ക് എന്ത് നന്മയായിട്ട് നമുക്കൊരു നന്മ ഫീൽ ചെയ്തോ, ഒരു തിന്മയായിട്ട് എന്ത് ഫീൽ ചെയ്തോ, അതിൽ നമുക്കത് ഇപ്പോൾ നമ്മളെന്തോ വിചാരിച്ചൊരു കാര്യം നടന്നില്ല, അപ്പോൾ എന്താണ്, അതിലൊരു ഹൈറുണ്ടാവും. അതാണ് വിശ്വാസി, അതിലൊരു ഹൈറുണ്ടാവും എന്നാണ്. നമ്മൾ കുറേ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, അപ്പോഴും പടച്ചോനോട് ദേഷ്യമല്ല, അത് തരാത്തിയിൽ പടച്ചോൻ എന്തോ ഒരു ലോജിക്ക് ഉണ്ടാവും. അത് നമുക്കറിയില്ല. കാരണം എന്താ അറിയോ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട്, കാരണം ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. എൻ്റെ കുട്ടീനെ പരീക്ഷയിൽ SSLC ഫസ്റ്റ് റാങ്ക് ആക്കണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മളെ കുട്ടിക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പഠിത്തം പോലും ഇല്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കുറച്ചില്ല, ഫസ്റ്റ് റാങ്ക് എന്നെ കിട്ടണേന്ന് പ്രാർത്ഥിച്ച്. ആലോചിച്ച് നോക്കി, ഫസ്റ്റ് റാങ്ക് കിട്ടൂലെന്ന് തന്നെ നമുക്കറിയാം, എന്നാലും നമുക്കൊരു പ്രാർത്ഥിച്ചിട്ട് കിട്ടട്ടെ വെച്ചിട്ട് തന്നെ. ആ പ്രാർത്ഥന അത് ദുആണ്, അത് അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. അത് നിങ്ങൾ മദരീങ്ങളോട് ദുആർന്ന നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ശിർക്കായി, കുറ്റം കിട്ടും, നരകം കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞാലോ അത് സ്വർഗം കിട്ടും. ഇനി ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല വിചാരിച്ചോളി, പക്ഷേ അത് പ്രാർത്ഥനക്കുള്ള കൂലി കിട്ടുന്നതാണ്. അതായത് നാളെ മരിച്ചു ചെന്നിട്ട് നമ്മൾ ഏട് കിട്ടുമല്ലോ, ആ ഏട് കിട്ടുമ്പം നമ്മൾ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളും ദുനിയാവിൽ നടന്നിട്ടുണ്ടാവില്ല, പക്ഷെ അതിനൊക്കെ പടച്ചോൻ ഒരു കൂലി അവിടെ എഴുതിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ പ്രാർത്ഥിച്ചത് ഇബാദത്താണ്, ഇബാദത്തിന് കൂലി ഉണ്ടാവും. ആ കൂലി കാണുമ്പം ഒരു വിശ്വാസി പറഞ്ഞു പോകുന്നു, എന്താ അറിയോ, എൻ്റെ ദുനിയാവിലെ ഒരു പ്രാർത്ഥനയും സ്വീകരിച്ചിട്ടില്ല, എനിക്ക് അത്ര നന്നായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ പടച്ചോനെ പറ്റിയുള്ള എന്താണ് ഒരു ബോധം, ആ പടച്ചോനായിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിലും ഇങ്ങനെ നമ്മളങ്ങോട്ട് പോയാൽ നമ്മളെ ജീവിതം മെച്ചപ്പെടും. നമുക്ക് പടച്ചോൻ നല്ല ബന്ധം ഉണ്ടാവും, പ്രയാസങ്ങൾ വരും, നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവും, നമുക്ക് സഹിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു തരും. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതം, അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഈ ജീവിതത്തിൽ അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഈ റമദാനിലൂടെ നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. ഈ റമദാൻ, ഈ 2023 റമദാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ലായിട്ട് നമുക്ക് ഓർക്കാൻ പറ്റണം. എങ്ങനെ റമദാൻ ഉണ്ടായിട്ടില്ല, ആ 2023 റമദാന് ശേഷമാണ് എൻ്റെ പലതും ശരിയായത്. അതൊരു നാഴികക്കല്ലായിട്ട് നമ്മൾ മാറ്റാൻ നമ്മളതിന് എന്ത് ചെയ്യണം, മെനക്കെട് തന്നെ വേണം, നമ്മളതിന് എഫർട്ട് എടുക്കുക തന്നെ വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനൊക്കെ ഉള്ള അവസരമാണ് ഈ റമദാൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുക,
നമ്മളതിന് തയ്യാറാകുക. അതേപോലെ തന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധം, ഇതിവിടെ പ്രത്യേകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ, ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അവസാന നിമിഷങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങളിൽ പറഞ്ഞു. ഫാത്തിമ ബീവി വരുന്നതും എന്തോ ചെവിയിൽ പറയണതും ഫാത്തിമ ബീവി കരയണതും പിന്നെന്തോന്ന് പറഞ്ഞപ്പം ഫാത്തിമ ബീവി ചിരിച്ചതും ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ അതിന് ശേഷം അടുത്തൊരു സീന് വരാണ്ട്, രണ്ടാമത്തെ സീന് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താണ്. ഇലാ റഫീഖിൽ അഅല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി വഫാത്തായത് നമ്മളൊക്കെ കേട്ടതാണ്, നമ്മളൊക്കെ കുറേ കരഞ്ഞതാണ്. എന്നാൽ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് പിന്നീട്, ഞാൻ കരഞ്ഞത് നബി മരിച്ചത് കൊണ്ടല്ല, ഞാൻ കരഞ്ഞത് നബി മരിച്ചത് കൊണ്ടല്ല, സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള ആ വഹ്യ് നിലച്ചല്ലോ എന്ന സങ്കടം കൊണ്ടാണ്. അത് നബി ഇങ്ങനെ ജീവിച്ചപ്പം വഹ്യ് ഇങ്ങനെ ഇടക്കിടക്ക് വന്നിരുന്നു, അതിഞ്ഞ് ഉണ്ടാവില്ലല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പല വഹ്യുകൾക്കും സാക്ഷിയായിരുന്നു. പല വഹ്യുകളും അവരുണ്ടാവുമ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഓതുന്ന സൂറത്തുൽ മുജാദല ഉണ്ടല്ലോ, ഖദ് സമി അല്ലാഹു ഖൗലല്ലദീ തുജാദിലുക ഫീ സൗജിഹാ എന്ന സൂറത്തിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുണ്ട്. ഖദ് സമി അല്ലാഹു ഖൗലല്ലദീ തുജാദിലുക ഫീ സൗജിഹാ. ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താ? നബിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഖൗല എന്ന് പറഞ്ഞൊരു സ്ത്രീ നബിനോട് തർക്കിക്കുകയാണ്. അതിൻ്റെ ഭർത്താവ് അതിനെ ഡൈവോഴ്സ് ആക്കിയതായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനും വേണ്ടി ആ സ്ത്രീ നബിനായിട്ട് തർക്കിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മായി തർക്കിക്കുമ്പം ഒരു കർട്ടൻ്റെ ബാക്കിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ളത്. നബിൻ്റെ വീട്ടിൽ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ് ഇതുള്ളത്. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ കർട്ടൻ്റെ ബാക്കിലാണ്. അപ്പോൾ ആരാണ് ഇവിടെ വന്നത് എന്നും എന്താണ് ഇവിടെ പറയണത് എന്നും ആയിഷ ബീവിക്ക് മനസ്സിലാണില്ല. എന്തോ ഒരു പെണ്ണ് വന്നിട്ടുണ്ടെന്നും നബിനോടെന്തോ തർക്കിക്കണമെന്നും മനസ്സിലാക്കണം. കാരണം കുറച്ച് അപ്പുറത്താണ്, ബാക്കിൽ കർട്ടൻ്റെ ബാക്കിലാണ്. എന്താണ് പറയണത് വ്യക്തമല്ല. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കി, ഒരു കർട്ടൻ്റെ ബാക്കിൽ നിന്ന് നബിനോടൊരു സ്ത്രീ വന്ന് തർക്കിക്കുന്നുണ്ടെന്നും എന്തോ പറയുന്നുണ്ടെന്നും ആയിഷ ബീവിക്ക് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പം വഹ്യ് ഇങ്ങനെ ഇറങ്ങാണ്. ഖദ് സമി അല്ലാഹു ഖൗലല്ലദീ തുജാദിലുക ഫീ സൗജിഹാ. തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ നിന്നോട് തർക്കിച്ച സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന്. ഒരു മറക്ക് ബാക്കിന്ന് ആയിഷ ബീവിക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യം 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു കേട്ടിട്ട് ഉത്തരർക്കാണ്. ആലോചിച്ച് നോക്കി എത്ര കോരിത്തരിപ്പുണ്ടാവും. ഇവിടെ നമ്മൾ കേൾക്കണില്ല, അപ്പുറത്തുള്ള നമ്മൾ, പക്ഷെ പടച്ചോൻ കേട്ടിട്ട് ആയത്തിറക്കി. ഇവിടെ ആ ആയത്തിന് സാക്ഷിയായവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു നബി മരിച്ചപ്പം. എന്ത്, ഇനി വഹി ഇറങ്ങൂലല്ലോ എന്ന് ആലോചിച്ചിട്ട്. സഹോദരങ്ങളെ, ആ ഇറങ്ങിയ വഹി ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഖുർആനായിട്ട്, ഹദീസായിട്ട്, സഹീഹായ ഹദീസായിട്ട്, ഖുർആനായിട്ട് ആ വഹി ഇന്നും വള്ളി പുള്ളി മാറ്റമില്ലാതെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊന്ന് ഓതിക്കണോ, ഒരു പേജ് ഖുർആൻ ഓതിക്കണോ സഹോദരങ്ങളെ? ഒരായത്തെങ്കിലും നമ്മൾ ഇന്ന് കേട്ടിട്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത്? സൂറത്തുൽ ഫാത്തിഹയുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസിൻ്റെ മിനൽ ജിന്നത്തി വന്നാസ് എന്ന മുഴുവൻ ഖുർആനും ഓരോ ആയത്തും ആർക്ക്, എവിടെ, എപ്പോൾ, എങ്ങനെ, ഏത് വിഷയത്തിൽ ഇറങ്ങി എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നമുക്ക് പറയാൻ പറ്റും സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ഒരായത്തെങ്കിലും എടുത്തിട്ട്, ഒരു ചെറിയ സൂറത്ത് എടുത്തിട്ട്, ഈ സൂറത്ത് എപ്പോൾ, ആർക്ക്, എവിടെ വെച്ച്, എങ്ങനെ, ഏതവസരത്തിൽ ഇറങ്ങി എന്ന് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച പോലെ എനിക്കറിയാമെന്ന് ഒരായത്തിൻ്റെ പേരിൽ ഒരു സൂറത്ത് വെച്ചിട്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളെവിടെയാണ് ഖുർആൻ്റെ കാര്യത്തിൽ? ഇത് നിർബന്ധ ബാധ്യതയാണ് സഹോദരങ്ങളെ. ഖുർആൻ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്തെല്ലാം ഡിഗ്രി 10ഉം 12ഉം ക്ലാസ്സിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേ സഹോദരങ്ങളെ? ഡിഗ്രി പഠിച്ചില്ലേ? ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ PhD ചെയ്തില്ലേ സഹോദരങ്ങളെ?
ഈ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആന് ഒരാവർത്തിയെങ്കിലും വായിക്കാനോ പഠിക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങും, അന്ന് നമ്മളൊരു നോട്ട് കയറ്റി പോവും, കുറച്ച് എഴുതിയേക്കും, പിന്നെ ആ ബുക്ക് കാണാണ്ടാവില്ല, പിന്നെ നമ്മൾ ക്ലാസ്സിന് പോക്ക് നിർത്തും, പിന്നെ വേറെ ഖുർആൻ ക്ലാസ്സിന് പോവും, അന്നൊരു നോട്ടുക്ക് വാങ്ങും, അങ്ങനെ കുറേ നോട്ടുക്ക് വാങ്ങി പിന്നെ നമ്മൾ പെര തട്ടിക്കൊട്ടി പാറാന്നോ പെയിൻ്റ് അടിച്ചാൽ നേരത്തുണ്ട് ആ നോട്ടൊക്കെ നമ്മൾ കിട്ടി. അങ്ങനെ ഒരു അവസ്ഥയാണ് പല ആൾക്കാരുടെയും ഖുർആൻ പഠനത്തിന്. അങ്ങനെ പറ്റൂല സഹോദരങ്ങളെ. ഖുർആൻ സീരിയസ് ആയിട്ട് പഠിക്കണം. നിങ്ങൾ ഖുർആൻ പഠിക്കാൻ ഇത്ര മെനക്കെടുള്ള കാര്യമല്ല. നമ്മൾ ഈ സ്കൂളിലും ഇതിലൊക്കെ കോളേജിലൊക്കെ പഠിച്ചതിനേക്കാൾ ഇടങ്ങേറൊന്നും ഖുർആൻ പഠിക്കാനല്ല. അറബി അത്രയും ലളിതമാണ്. നിങ്ങൾ ഖുർആൻ്റെ മൊത്തം വെക്കാബുലറീസ് എടുത്താൽ, മൊത്തം അതിൻ്റെ പദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 60 മുതൽ 70% വരെ വാക്കുകൾ 72 ഹർഫുകൾ മാത്രമേ ഉള്ളൂ. 72 ഹർഫുകളിലെ അറബി ഭാഷയിലെ 72 ഹർഫുകളാണ് ഖുർആൻ്റെ മൊത്തം വൊക്കാബുലറിൻ്റെ 60-70%. അതായത് ഇന്ന, ഇല, ഇൽ, മിൻ, ഫി, ബി, അങ്ങനെയുള്ള കുറേ ഹർഫുകളുണ്ട് അറബി ഭാഷയിൽ. ഈ ഹർഫുകൾ മാത്രമാണ് ഖുർആൻ്റെ ഭൂരിപക്ഷം വൊക്കാബുലറികളും. അത് പഠിച്ചാൽ തന്നെ ഒരുവിധം നമുക്ക് കിട്ടും. പിന്നെ ഖുർആനിൽ നിരന്തരമായി ആവർത്തിച്ച് വന്ന വാക്കുകളുണ്ട്. 200 തവണ വന്ന വാക്കുകൾ, 100 തവണ വന്ന വാക്കുകൾ, 50 തവണ വന്ന വാക്കുകൾ. ഇതൊക്കെ പഠിച്ചാൽ തന്നെ ഒരുവിധം നാറ് എന്ന് പറഞ്ഞാൽ നരകാണെന്നും, ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗാണെന്നും, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണെന്നും, മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണമുള്ളവനാണ്, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പറയുന്ന സക്കാത്ത്, റിസ്ക്, ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന കുറേ ഖുർആൻ അറബി പദങ്ങളുണ്ട്. ഇതൊന്നും അറിയാത്ത മുസ്ലിങ്ങളുണ്ടോ? ഒരായത്ത് കേട്ട കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ മെനക്കെടുകയാണെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഖുർആൻ ഓതുമ്പോഴും സഹോദരങ്ങളെ വെറുതെ എങ്ങനെ കോട്ടാവിട്ടിട്ട് അല്ലെങ്കിൽ ഒരു വിരക്തി ഉണ്ടായിട്ട് ഉറക്കം വന്നിട്ടല്ല ഖുർആൻ ഓതേണ്ടത്. അത് കേൾക്കുമ്പം തന്നെ ഒരു പ്രാർത്ഥന നിർഭരമായ അള്ളാൻ്റെ റസൂലിൻ്റെ ഓത്തിനെ പറ്റി പറഞ്ഞാൽ എന്താ അറിയോ? അതിൽ സ്വർഗം വരുമ്പം, നന്മ വരുമ്പം അള്ളാൻ്റെ റസൂൽ ആ നന്മയെ ചോദിക്കുമെന്നാണ്. ഒരു തിന്മ പറയുമ്പം അല്ലെങ്കിൽ നരകം വരുമ്പം അതിനെ തൊട്ട് കാവലിനെ തേടുമെന്നാണ്. ഒരായത്തിങ്ങനെ ഓതുകയാണ്, അപ്പോൾ സ്വർഗത്തെ പറ്റി പറയുന്ന ആയത്താണ്, അല്ലെങ്കിൽ വിശ്വാസികളെ പറ്റി പറയുന്ന ആയത്താണ്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓതുമ്പം ആ വിശ്വാസികൾ എന്നെ ചേർക്കണേ, ആ സ്വർഗം എനിക്ക് കിട്ടണേ പടച്ചോനെ എന്നൊരു പ്രാർത്ഥന ആ ഓതുമ്പോൾ ഉണ്ടാകണം. ഒരു നാറ് നരകത്തെ പറ്റി പറയാണ്, കാഫിറു എന്ന് പറയാണ്, മുശ്രിക്കൂ എന്ന് പറയാണ്, മുനാഫിക്കൂ എന്ന് പറയാണ്. അപ്പം എന്താണ് അദാബ് എന്ന് പറയാണ്, അദാബ് എന്ന് പറയാണ്. അദാബ് എന്ന് പറഞ്ഞാൽ അദാബാന്നും എല്ലാവർക്കും അറിയാലോ. ആ അദാബിൽ നിന്ന് എന്നെ കാക്കണേ, ആ കാഫിറിൽ എന്നെ പെടുത്തല്ലേ, ആ മുശ്രിക്കിൽ എന്നെ പെടുത്തല്ലേ, എൻ്റെ മക്കളെ പെടുത്തല്ലേ, എൻ്റെ പേരക്കുട്ടികളെ പെടുത്തല്ലേ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പോലെ എൻ്റെ സന്താനങ്ങളിൽ അങ്ങനത്തെ മുശ്രിക്ക് ഉണ്ടാകല്ലേ പടച്ചോനെ. നിസ്കാരത്തെ പറ്റി പറയാണ്, വഖീമുസ്സലാത്ത വആതു സക്കാത്ത എന്ന് ഓതുകയാണ്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം, പടച്ചോനെ ആ നിസ്കാരം നിലനിർത്തുന്ന ആളാക്കി തരും, എൻ്റെ മക്കളെ മാറ്റണേ, എൻ്റെ പേരക്കുട്ടികളെ മാറ്റണേ, എൻ്റെ ഭർത്താവിനെ മാറ്റണേ, ഞങ്ങളെ കുടുംബത്തെ മുഴുവൻ മാറ്റണേ, മുസ്ലിം മീങ്ങളെ മുഴുവൻ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്നൊക്കെ അത് പറയാം. സക്കാത്ത് പറയുമ്പോഴും സ്വതക്ക പറയുമ്പോഴൊക്കെ അങ്ങനെ ഓരോ ആയത്ത് ഓതുമ്പോഴും അതിനോട് ചേർന്ന് ഒരു പ്രാർത്ഥന മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് ഒരു ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം. അപ്പോഴേ നമുക്ക് ഖുർആനുമായിട്ട് അള്ളാഹുമായിട്ട് ഖുർആനിലൂടെ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. അതല്ലാതെ ബർക്കത്തിന് വേണ്ടി ഓതുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഒരു പേഷ്യൻ്റ് എന്നെ കാണിക്കാൻ വന്ന്, അപ്പോൾ പള്ളിക്കന്ന് മൂപ്പര് മരിവിനെ കണ്ടപ്പം പറഞ്ഞ്, നിങ്ങളിപ്പോൾ നിസ്കരിച്ചേക്ക് എന്നെ പോകുവച്ചില്ല, ഞാൻ കുറച്ച് നേരം കൂടി അവിടെ ഉണ്ടാവും, ഒരു യാസീൻ ഓതാണ്ട്, ഞാൻ ഇപ്പോൾ യാസീൻ ഓതിയിട്ടാണ് വരാം. അപ്പോൾ മൂപ്പര് കുറേ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് യാസീൻ ഓതുന്ന ആളാണ്. മരിബ് നിസ്കരിച്ചാൽ ഒരു യാസീൻ ഓതും, അത് മൂപ്പരെ പതിവാണ്. അപ്പോൾ ഞാൻ മെല്ലെ വന്നപ്പോൾ മൂപ്പരോട് ചോദിച്ച്, നിങ്ങളെന്തിനീ സ്ഥിരമായിട്ട് യാസീൻ ഓതണം ചോദിച്ച്. ആ യാസീൻ ഓതിയാൽ എന്താ പറയുമോ, അന്ന് ഫുൾ ക്ലിയർ ആയിക്കാരം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചുത്തുകയെ മുറിയാകുകയെ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടാവും ഓതാത്തന്ന്. അപ്പോൾ ഈ സാധു എന്താ വെച്ചാൽ ഇങ്ങനെ കാലങ്ങളായിട്ട് ഓതിനോട് ഓതാഞ്ഞാൽ എന്തെങ്കിലും ഇടങ്ങേറുണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഓതുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഒരു ബർക്കത്തിട്ടവൻ അങ്ങനത്തെ ഒരു ബർക്കത്തല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ എന്താണ്? അത് നമ്മളെ മാറ്റാനുള്ളതാണ്. എന്താണ്? നമ്മളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനുള്ളതാണ്. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാമി വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് സൂറത്തുൽ മാഇദയിലെ ആയത്താണ് സഹോദരങ്ങളെ. ഈ ആയത്ത് മാത്രം മതി നമ്മുടെ ജീവിതത്തെ മാറ്റാം. യഹ്ദീ ബിഹില്ല, ഈ ഖുർആൻ നിങ്ങളെ ഹിദായത്ത് നൽകും. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. മനിത്തബഅ റിദ്വാനഹു,
തബഅഹു, അവൻ്റെ പൊരുത്തം പിൻപറ്റിയ തൃപ്തി പിൻപറ്റിയ ആളുകൾക്ക് സുബുലസ്സലാം, സലാമിൻ്റെ വഴികളിലേക്ക് അവൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. വയുഖ്രിജുഹും മിനൽ-ളുലുമാത്ത്, അവൻ അന്ധകാരങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരും ഇലൻ-നൂർ, പ്രകാശത്തിലേക്ക്. എന്താണ് ഇമാം സഅദി അബ്ദുൽ നാസർ സഅദി റഹ്മഹുല്ലാഹ് പറയാണ്, എന്താണ് ആ ലുലുമാത്ത് എന്ന് പറഞ്ഞാൽ? അന്ധകാരങ്ങളിൽ നിന്ന് രക്ഷയുടെ വഴികളിലേക്ക്, പ്രകാശത്തിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുമെന്ന്. എന്താണ് അന്ധകാരം? ലുലുമാത്തുൽ കുഫർ, ലുലുമാത്തുൽ കുഫർ, കുഫറാകുന്ന ശിർക്കാകുന്ന അന്ധകാരം. നിങ്ങൾ നോക്കി, ലോകം എത്ര പുരോഗമിച്ചാലും ഇനിയിവിടെ ചന്ദ്രനിക്ക് ടൂർ പോകും. അപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഊട്ടിക്കും ഒക്കെയാണ് ടൂർ പോയിന്ന്. മലമ്പുഴ, ഊട്ടി, അതിനൊക്കെയാണ് വാപ്പാനോട് നമ്മൾ പൈസ ചോദിച്ചാൽ. ഇപ്പം നമ്മളെ കുട്ടികൾ ചോദിക്കുന്നത് ഡൽഹി, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ലണ്ടൻ, സിംഗപ്പൂർക്കൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ പോകുക. ഇനി ഒരു 2050 ആകുമ്പോൾ നമ്മളൊക്കെ വല്യാപ്പാകുമ്പോൾ നമ്മളെ പേരക്കുട്ടി എന്ന് പറയും, വാപ്പാ നാളെ ഞങ്ങൾ ചന്ദ്രനിക്ക് പോവാണ് എന്ന് പറയും. കാരണം നമ്മളെ റോക്കറ്റ് എല്ലായിടത്തും ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ റോക്കറ്റ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ചന്ദ്രനിക്കൊക്കെ പോയി വരുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം നടക്കുന്ന കാര്യമൊന്നും ഇപ്പോൾ ഒരു 50 കൊല്ലം മുമ്പ് നമുക്കൊന്നും അറിയില്ലെന്നല്ലോ. നമ്മളെ ഫോണും നമ്മളെ ഇൻ്റർനെറ്റും ഒക്കെ ഇതൊക്കെ ഇപ്പോൾ വന്നതല്ലേ. അപ്പോൾ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ പേരക്കുട്ടികൾ ചന്ദ്രനിക്കും ചൊവ്വയ്ക്കൊക്കെ പോവും. അപ്പോൾ വല്യാപ്പാനോട് പറയും, നോക്കി ഞങ്ങൾ വല്യാപ്പ ഞങ്ങൾ നാളെ ചന്ദ്രനിക്ക് ടൂറാണെന്നൊക്കെ പറയും. എന്നാൽ ലോകം എത്ര പുരോഗമിച്ചാലും ഏറ്റവും വലിയ അന്ധകാരമെന്നത് അള്ളാഹു അല്ലാതെ ഒരാളെ ആരാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളെയും ഒരു ശക്തിയെയും ആരാധനയിൽ, ഇബാദത്തിൽ പങ്കുചേർക്കാൻ പാടില്ല. അതാണ് ശിർക്ക്, അതാണ് കുഫർ. അത് സഹോദരങ്ങളെ, അതിൽ നമ്മൾ പെട്ടുപോയാൽ നമുക്ക് ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടമായിരിക്കും. സ്വർഗം അല്ലാഹു നിഷിദ്ധമാക്കും, ഒരിക്കലും നരകം അല്ലാഹു നമുക്ക് നിർബന്ധമാക്കും. അതുകൊണ്ട് ഒരാളുടെ ഏറ്റവും വലിയ അന്ധകാരം എന്നുള്ളത് ഷിർക്കിൽ അതപ്പതിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഷിർക്ക് വരാതെ നോക്കുക. ഇന്നും നമ്മളെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കി, ഇവിടെ ഈ ഒരു കൂട്ടായ്മക്ക് അപ്പുറത്ത് നിങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങി നോക്കി സഹോദരങ്ങളെ, ലോകത്ത് നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ അച്ചുതണ്ട് എന്താപ്പത്? CM മടവൂരത്രേ ലോകത്ത് നിയന്ത്രിക്കണത്. സഹോദരങ്ങളെ, ഇപ്പോഴും നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് എല്ല് പൊട്ടിയാണ്ട് ഓരോ ഉമ്മാരി നമ്മൾ വലിച്ച് ശരിയാക്കുമ്പം മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്നാണ് പറയണത്. എന്താ അമ്മ? യാഹൂ തങ്ങളെ കാക്കണേന്ന് ഒരു ഉമ്മ പറഞ്ഞ, യാഹൂ തങ്ങളെ കാക്കണേ. ഞാൻ അമ്മാനോട് ചെത്തമ്മ യാഹൂ തങ്ങൾ, നിങ്ങൾക്ക് പടച്ചോനെ വിളിച്ചുകൂടെ വെച്ചപ്പം ആ അമ്മ പറയാൻ എന്നോട്, ഇതൊക്കെ ഒന്ന് തന്നെയാണ്, അതൊക്കെ നമ്മളെ ആൾക്കാരാണ്. നിങ്ങൾ കേട്ടിട്ട് അങ്ങനെ, ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ്, ഇതൊക്കെ ഒന്നാണ്. യാഹൂ തങ്ങൾ പടച്ചോനൊക്കെ ഒന്ന് തന്നെ അത്രേ, അതൊക്കെ നമ്മളെ ആൾക്കാരാണ്, നമ്മളെ കൂട്ടക്കാരാണെന്നാണ് പറയാ ചില ആൾക്കാർ. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. ഏത് പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിലും അള്ളാഹുവിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് ഏറ്റവും വലിയ വെളിച്ചം. അതല്ലാത്തതെല്ലാം അന്ധകാരമാണ്. രണ്ടാമത്തതോ ളുലുമാത്തുൽ കുഫ്രി വൽ ബിദ്അ, ബിദ്അത്തിന്റെ അന്ധകാരം. അത് വലിയ അന്ധകാരാണ്. ഇതേപോലെ ഒരു ഉമ്മ ഓപ്പറേഷന് വേണ്ടി ഇങ്ങനെ കിടത്തിയേക്കാണ്. അപ്പം ഉമ്മ ഇങ്ങനെ ഓപ്പറേഷൻ്റെ ടേബിളിൽ കിടന്ന് ബർക്ക. അപ്പോൾ ഞാൻ, എന്താ മങ്ങളിങ്ങനെ ബർക്കണ വെച്ച്, മനെ ഞാൻ ആദ്യമായിട്ടാണ് ഓപ്പറേഷന് കയറുന്നത്, അതുകൊണ്ടാണ് ബർക്കണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഈ പ്രായമായന്മാർക്കൊക്കെ ഞാൻ പറഞ്ഞ മാതിരി യാസീൻ്റെ ആൾക്കാരേക്കാരം, യാസി ഇട്ടുകൊടുത്ത ഓൽക്കൊരു സമാധാനമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഉറക്കനെ യാസീൻ വെച്ചെടുത്തു ഉമ്മക്ക്. അപ്പോൾ ഉമ്മ അങ്ങനെ യാസീൻ കിട്ടി ഒച്ചുണ്ടാക്കാതെ കിടക്കുക. പക്ഷേ യാസീൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ യാസീൻ കഴിച്ചു. അപ്പോൾ മലക്കൂത്ത് കുല്ലി ശൈഇൻ വ ഇലൈഹി തുർജഊൻ എന്ന് പറഞ്ഞോടുകൂടി ഉമ്മ മുഴുവനാക്കാനും കൂടി നിന്നിട്ടില്ല. എൻ്റെ അടുത്ത് നാരിയ സലാത്തുണ്ടോ വെച്ചെന്നോട്. നാരിയ സലാത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ നാരിയ സലാത്തിനേക്കാൾ നല്ലതല്ല ഈ ഖുർആൻ. അതൊക്കെ ഒന്നെന്നെടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ ഒന്നാണ്. ഞാൻ പറഞ്ഞവിടെ എന്താ അറിയോ, ഈ ബിദ്അത്ത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് നാരിയ സലാത്ത്? അതൊരു നാറിയ സലാത്താണ്. നാരിയ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതൊരു 4444 വട്ടമൊക്കെ ചെല്ലുക. ഒരു ഇടങ്ങേറുണ്ടാകുമ്പോൾ അതിന് നമ്മൾ രക്ഷപ്പെടും. എന്നിട്ട് അള്ളാൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ വിഷമം മാറ്റിത്തരണേ, ഞങ്ങളെ പ്രയാസം നീക്കിത്തരണേ എന്ന്. ആരോടാ പറഞ്ഞോ? നബിനോട്. നബിക്ക് എങ്ങനെ നമ്മളെ വിഷമം നീക്കിത്തരാൻ പറ്റുക? നബിക്ക് വിഷമം നീക്കിത്തരാൻ പറ്റുമെങ്കിൽ അബൂ ത്വാലിബിനെ മുസ്ലിം ആക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അബൂ ത്വാലിബ് മുസ്ലിം ആകണമെന്ന് നബിക്ക് അങ്ങേയറ്റത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഖുൽ യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
പൊന്നാര മൂത്താപ്പ നിങ്ങൾ ഒന്ന് ലായിലായില്ല പറഞ്ഞു തരി, ഒന്ന് ലായിലായില്ല പറയും. മരിച്ചാൽ നേരത്തെ നബി പോയിട്ട് പറഞ്ഞാണ് ഒരു ലായിലായില്ല പറയാൻ വേണ്ടി നബി 18 അടവ് നോക്കിയാണ്, നടന്നില്ല. നബിക്ക് എന്തൊരു സങ്കടം. നിങ്ങൾ ആലോചിക്കി, 6ാമത്തെ വയസ്സിൽ ഉമ്മ ജനിക്കണിന് മുമ്പ് തന്നെ വാപ്പ മരിച്ച്, 6ാമത്തെ വയസ്സായപ്പോൾ ഉമ്മ മരിച്ച്, 8ാമത്തെ വയസ്സായപ്പം വല്യാപ്പ മരിച്ച്, അബ്ദുൽ മുത്തലിബ് മരിച്ച്, 8ാമത്തെ വയസ്സിൽ അബൂ താലിബിൻ്റെ ഒപ്പം കൂടിയതാണ് നബി. എന്നിട്ട് അബൂ താലിബ് ആ മക്ക കാലഘട്ടത്തിൽ അവസാനം അബൂ താലിബ് മരിക്കുമ്പോൾ നബിക്ക് എന്തൊരു സങ്കടം ഉണ്ടാണോ. കാരണം ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസത്തിലും വിശ്വാസി അല്ലാതിരുന്നിട്ടും കൂടെ താങ്ങായി തണലായി ഉണ്ടായിരുന്നത് അബൂ താലിബായിരുന്നു. അബൂ താലിബിനോട് ഭയങ്കര സ്നേഹമായിരുന്നു നബിക്ക് അബൂ താലിബ് നബിനോട് സ്നേഹമായിരുന്നു. ആ അബൂ താലിബ് മുസ്ലിം ആകാതെ മരിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല. എന്തേ അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ? അബൂ താലിബിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയണ്ടാണോ? അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരാദർശമാണ്. പിന്നെ ലാത്തനെയും മനാത്തനെയും വിളിക്കാൻ പറ്റൂല, ലാത്തയും മനാത്തയും സഹായിക്കൂല. അള്ള മാത്രമേ സഹായിക്കുന്നവനുള്ളൂ. ലാത്തയും മനാത്തക്കും ശുപാർശ ചെയ്യാൻ കഴിയൂല. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അറിയുന്നവനാണ് അബൂ ത്വാലിബ്. അപ്പം അങ്ങനെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ലാത്തനെയും മനാത്തനെയും വിളിച്ചാൻ പറ്റൂല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഫീ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടാണ് അബൂ ത്വാലിബ് മരിച്ചത്. എന്നിട്ട് നബിക്ക് വിഷമായി, ആയത്തിറങ്ങി ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഖുർആനിലെ ആയത്താണ്. നബിയെ, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയൂല നബി എന്ന് പറഞ്ഞു. നബിക്കൊരാളെ ഹിദായത്തിലാക്കാനില്ല, അള്ളയാണ് തീരുമാനിക്കുക ആർക്ക് ഹിദായത്ത് കൊടുക്കണമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനത്തെ യാ അയ്യുഹല്ലദീന ആമനു എന്താണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഖുർആനിലെ ആയത്താണ്. ഞാനും മലക്കുകളൊക്കെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചൊല്ലൂ എന്ന് അള്ള പറയാണ്. അപ്പോൾ ആ ആയത്തിറങ്ങിയപ്പം സഹാബത്ത് ചോദിക്കുകയാണ് നബിനോട്, സലാമു ചൊല്ലാൻ ഞങ്ങൾക്കറിയാം, ഇങ്ങനെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഞങ്ങൾ ചെല്ലലുണ്ട് നിങ്ങളെ കാണുമ്പം. പക്ഷേ ഈ സലാത്ത് ചെല്ലൽ എങ്ങനെ? അള്ള പറയാണ് സലാത്ത് ചെല്ലിക്കോളി എന്ന് പറഞ്ഞപ്പം എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് സഹാബികൾ ചോദിക്കുകയാണ് നബിനോട്. അപ്പം നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നമ്മൾ അത്തയ്യാത്തിൽ ചെല്ലുന്ന ഇബ്രാഹീമി സലാത്ത്, ഇങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടതെന്നാണ് നബി പറഞ്ഞത്. എന്നിട്ട് അതല്ലാത്ത വേറൊരു സലാത്ത് ഏതോ ഒരു ജാഹിൽ ഇപ്പം ഇവിടെ അടുത്ത കാലത്ത് എഴുതിണ്ടാക്കിയ നാരിയ സലാത്ത്, അതാണ് ഇവിടെ ആൾക്കാർ ചെല്ലുന്നത്. ശരിക്കും അള്ളാൻ്റെ റസൂല് അള്ളാഹു സലാത്ത് ചെല്ലാൻ പറഞ്ഞപ്പം സഹാബത്ത് ചോദിക്കുകയാണ് നബിനോട് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്. അപ്പം നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്. ആ സലാത്ത് ചെല്ലാണ്ട് ഏതോ ഒരു ചങ്ങായി ചെല്ലിയ സലാത്ത് അത് 4444 വട്ടം 444 വട്ടമൊക്കെ ചെല്ലിയാൽ, പ്രത്യേക രൂപത്തിലൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ പ്രത്യേക പ്രയാസങ്ങളൊക്കെ മാറുന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് പറ്റിച്ച് ചെല്ലിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അത് ബിദ്അത്താണ്. അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്തൊരു കാര്യം അത് ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. അത് അന്ധകാരമാണ്. ആ അന്ധകാരത്തിൽ നിന്ന് ഖുർആൻ നിങ്ങളെ മോചിപ്പിക്കുമെന്നാണ്. ളുലുമാതുൽ കുഫ്രി വൽ ബിദ്അ, അതൊന്നും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. കുഫറാകുന്ന ശിർക്കാകുന്ന അന്ധകാരം, ബിദ്അത്താകുന്ന അന്ധകാരം. ഞാൻ അടുത്തതോ വൽ മഅസിയ, പാപങ്ങൾ. അള്ളാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ അതിന് എതിരഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ആണിന് പെണ്ണിൻ്റെ പകുതി സ്വത്ത് കിട്ടുള്ളൂ എന്ന് പറയുമ്പം, അല്ല പെണ്ണിന് ആണിൻ്റെ പകുതി ഓരിയുള്ളൂ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ പെൺമക്കൾ മാത്രമുള്ള ഒരാൾക്ക് അതിന് കുറച്ച് ഓരി പുറത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അത് അംഗീകരിക്കാൻ പറ്റണില്ല. അത് അള്ളാൻ്റെ റസൂലിൻ്റെ നിയമമാണ്. അതിനാണ് ശരീഅത്ത് എന്ന് പറയാം. അത് പറ്റാത്തവര് മുസ്ലിമല്ല. ഓൽക്ക് അതിനാണ് പോയാൽ മതി. ഇവിടെ നിന്ന് ഇടങ്ങാറാണ്ട്, അതിൽ യാതൊരു നിർബന്ധമില്ല. ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ നിയമമാണ്, നമ്മളാരും എഴുതിണ്ടാക്കിയതല്ല. ഇതനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവർക്കാണ് മുസ്ലിം എന്ന് പറയാം. അനുസരണയുള്ളവെന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവെന്നാണ് മുസ്ലിം. അനുസരിക്കാൻ താല്പര്യമില്ലാത്ത മുസ്ലിം അല്ല. ഓൻ ശരീഅത്ത് മാറ്റണം എന്ന് പറഞ്ഞ് ഇടങ്ങാറാണ്ട, ഓന് നീന്താണ് പോയാൽ മതി. ഈ ശരീഅത്ത് ഇഷ്ടമുള്ളവരാണ് ഇതിൽ നിൽക്കണുള്ളൂ. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, മഅസിയത്ത് വലത് കൈ കൊണ്ട് തിന്നണം, വലത് കൈ കൊണ്ട് കുടിക്കണം എന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടത് കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല, ഇടത് കൈ കൊണ്ട് തിന്നാൻ പാടില്ല. അതിന് എൻ്റെ ഈ ഗ്ലാസ്സിൽ പപ്സ് ഉണ്ടല്ലോ, ഈ കയ്യിൽ പപ്സാണല്ലോ, ഈ കയ്യിൽ ചായയാണല്ലോ, അപ്പം ഞാൻ ഇത് ചായയും ഇത് പപ്സും തിന്നുന്നല്ല. ഈ ചായ കുടിച്ചിട്ട് ഈ ചായ അവിടെ വെച്ചിട്ട് ഈ പപ്സും ഈ കൈ കൊണ്ട് തിന്നുന്ന ഞാൻ പറയല്. അങ്ങനെ അനുസരിക്കാനുള്ള ബാധ്യത ഉണ്ട് സഹോദരങ്ങളെ. അള്ളയും റസൂലും കൽപ്പിച്ചതാണോ അതനുസരിക്കണം. അവനാണ് മുസ്ലിം. അല്ലാത്ത ഇടങ്ങാറായി നിൽക്കേണ്ട ആവശ്യമില്ല.
മഅസിയത്ത് ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിരായി പ്രവർത്തിക്കുക എന്നുള്ളത് അത് അന്ധകാരമാണ്. അടുത്തതോ വൽ ജഹ്ൽ, അറിവില്ലായ്മ. എത്ര പഠിപ്പിച്ചാലും ഇതൊന്നും പഠിച്ചൂല, ഇതൊന്നും ദീന് പഠിക്കാൻ ശ്രമിക്കൂല, എന്നിട്ടോ ഇതൊന്നും അറിയാതെ ജീവിക്കുക, അറിയാതെ ഇതിനെതിരെ പ്രവർത്തിക്കുക, അറിവില്ലായ്മ കൊണ്ട്. അത് അന്ധകാരമാണ്. ഇനി അടുത്ത് ശ്രദ്ധിച്ചോളി, നമുക്കെല്ലാവർക്കും ഉള്ളതാണ് തൗഹീദും സുന്നത്തും ഒക്കെ ഉള്ള എല്ലാം ഹലാലും ഹറാമൊക്കെ അറിവുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന അന്ധകാരം. അത് നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. വൽ ഗഫ്ലത്ത്, അശ്രദ്ധയാകുന്ന അന്ധകാരം. അശ്രദ്ധ, അതൊക്കെ അറിയാം, പക്ഷേ ഒരു അശ്രദ്ധമായി ജീവിക്കുക. അതൊന്നും അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് കാണാതെ അങ്ങനെ ഒരു ഗഫ്ലത്തിലായിട്ട് ജീവിച്ചു പോവുക പാടില്ല സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞേ, വളരെ ചെറിയൊരു ആയുസ്സാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നാളെ വിചാരണയുടെ സമയത്ത് പിന്നെ ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. ഇവിടെ എത്ര വലിയ പരീക്ഷ ആണെങ്കിലും IAS ആണെങ്കിലും നിങ്ങൾക്ക് 5-6 വട്ടമൊക്കെ എഴുതാൻ പറ്റും. ഏത് വലിയ പരീക്ഷയും ദുന്യാവിൽ കുറേ വട്ടം എഴുതാൻ പറ്റും. പക്ഷേ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരീക്ഷ ഉണ്ടല്ലോ, അത് മരണത്തോടു കൂടി ആരംഭിക്കുന്ന ആ വിചാരണ, അതിൽ പിന്നെ രണ്ടാമതൊരു തിരിച്ചുപോക്കില്ല. അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്തത് മാത്രമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെയ്യാനുള്ള ഒരവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് റമളാൻ. 1 1000 10,000 70,000 മടങ്ങാണ് പ്രതിഫലങ്ങൾ. നോക്കി, ഒരു നന്മയായിട്ടല്ല രേഖപ്പെടുന്നത്. ഒരു നന്മ 10, 70, 700, 70,000 ആയിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത്. നേരെ മറിച്ച് ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തുള്ളൂ. അതും പടച്ചോൻ പറയാണ് മലക്കിനോട്, കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യ്, ഓൻ തൗബ ചെയ്യുമെന്ന് നോക്കുക, എൻ്റെ അടിമ പശ്ചാത്തപിക്കുമെന്ന് വെയിറ്റ് ചെയ്യ്, എന്നിട്ട് രേഖപ്പെടുത്തിയാൽ മതി എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു നന്മക്ക് 1000 പ്രതിഫലങ്ങൾ, 1000 നന്മകളായി രേഖപ്പെടുത്തുന്നത് ഒരു തിന്മ മാത്രമായി രേഖപ്പെടും. ഇതൊക്കെ എന്തിനാണ്? നമ്മളെ പരീക്ഷ ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ സ്വർഗത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത്രയും കാരുണ്യവാനായ ഒരു റബ്ബിനെ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആ റബ്ബിനോടുള്ള ലജ്ജ കൊണ്ട്, എൻ്റെ പടച്ചോൻ അറിയല്ലോ, എൻ്റെ പടച്ചോൻ കാണുമല്ലോ, എൻ്റെ റബ്ബ് ഇത് അറിയല്ലോ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ, ഇബാദത്തിനോട് താല്പര്യമുണ്ടായിക്കൊണ്ട് ഈ റമളാൻ നന്മകൾ വർദ്ധിപ്പിച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല ഈമാനോടുകൂടെ ഇഹ്തിസാബോടുകൂടെ നോമ്പ് നോറ്റ് ചെയ്ത വീഴ്ചകൾ, ഇതേവരെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെല്ലാം പുറത്തു തന്ന് നല്ലൊരവസ്ഥയിൽ പൊറുക്കപ്പെട്ട ആളുകൾ, തൗബ ചെയ്ത ആളുകൾ, അവർ പാപം ചെയ്യാത്ത ആളുകളെ പോലെ എന്നാണ്. നിങ്ങൾ ആലോചിക്കി, പാപം ചെയ്യാത്ത ആളുകളെ പോലെയാണ് തൗബ ചെയ്ത ആളുകൾ. കാരണം ശിഷ്ടജീവിതം നന്നാക്കി തീർത്ത് കുറ്റബോധത്തോടു കൂടി ആ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് ശിഷ്ടജീവിതം നന്നാക്കി തീർക്കാൻ വേണ്ടി കൂടുതൽ നന്മകളിലേക്ക് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമളാൻ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ല ഒരാഖ്യബത്ത് ഓരോ ജീവിതത്തിലെ ഓരോ റമളാൻ കഴിയുമ്പോഴും നമ്മുടെ ഈമാനും ദീനുമെല്ലാം കൂടുതൽ ഉന്നത നിലവാരത്തിലേക്ക് എത്തി റബ്ബിനെ മരണത്തിൻ്റെ സമയത്തോടടുക്കുമ്പോഴേക്കും ഏറ്റവും ഉന്നതമായ ഈമാനോടുകൂടെ ഏറ്റവും നല്ല അവസ്ഥയിൽ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.